കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് നീതിമാൻ എന്നൊരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നത് എപ്രകാരമാണ്? അങ്ങനെ ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതായി തീർന്നിരിക്കുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ, റോമാലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ തന്നെ നീതിമാൻ എന്നൊരു സാക്ഷ്യം ലഭിച്ചൊരു അനുഭവത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹാബേലിന് നീതിമാൻ എന്നൊരു സാക്ഷ്യം ലഭിച്ചത് എപ്രകാരമാണ്? എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കൈൻ്റേതിലും ഉത്തമമായൊരു യാഗം ഹാബേൽ കഴിച്ചപ്പോൾ ദൈവം അവിടെ ഹാബേലിന് ഒരു സാക്ഷ്യം കൽപ്പിക്കുകയാണ്, നീതിമാൻ എന്നൊരു സാക്ഷ്യം കൽപ്പിക്കുക. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ് വ്യക്തമായി പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു നീതിമാനായി നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. കർത്താവ് യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. പക്ഷേ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല ദുഷ്പ്രവൃത്തികൾക്കും അത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മേൽ ഏറ്റെടുത്ത് ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന പുതിയ വിശ്വാസികളെ നീതിമാൻ എന്നൊരു അനുഭവത്തിലേക്ക് ദൈവം മാറ്റുകയാണ്. ഇനി ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം മാറ്റിയിട്ട് ദൈവം നമുക്കൊരു സാക്ഷ്യം, ഒരു ഉറപ്പ് നൽകുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറിയിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ദൈവം നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. ഇവിടെ ഹാബേൽ കൈൻ്റേതിലും ഉത്തമമായൊരു യാഗം കഴിച്ചു, അതിനാലാണ് നീതിമാൻ എന്നൊരു സാക്ഷ്യം ഹാബേലിന് ലഭിച്ചത്. സ്തോത്രം. നാം ദൈവത്തെ യാഗമർപ്പിക്കാൻ പോകുമ്പോൾ, ദൈവത്തിനെ ആരാധിക്കാൻ പോകുമ്പോൾ നല്ല മനസ്സോടുകൂടെ സ്തോത്രം പറയുന്നത്, സ്തുതിക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള അതിയായ സ്നേഹം മുഖാന്തരം നല്ല മനസ്സോടുകൂടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ നാം ദൈവത്തിന് യാഗമർപ്പിക്കാൻ പോകുന്നത് എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണെന്ന് ഈ വചനം കേൾക്കുമ്പോൾ നാം ശോധന ചെയ്യണം. നാം അപ്രകാരം നല്ലൊരു അനുഭവത്തിൽ കർത്താവിനെ ആരാധിക്കാൻ തിടുക്കത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നുപോയി അവിടെ ദൈവത്തിനോട് സ്തോത്രം പറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചറിയുകയാണ്. സ്തോത്രം. അപ്രകാരം ദൈവം നാം തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ആ വഴിപാടിന് ദൈവം ഒരു സാക്ഷ്യം കൽപ്പിക്കും. ചിന്തിക്കണേ, ഒരു പുതിയ നിയമ വിശ്വാസിയായി വിശ്വാസകോളത്തിൽ ജീവിക്കുന്ന ദൈവവൈതൽ തൻ്റെ പ്രവൃത്തിയിലും കൊടുക്കലിലും വാങ്ങലിലും സംസാരത്തിലും നോട്ടത്തിലും എല്ലായിടത്തും ഒരു വിശുദ്ധിയുടെ അനുഭവം ഉണ്ടായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് നീതിമാൻ എന്നൊരു സാക്ഷ്യം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിക്കില്ല. ഒരു വിശുദ്ധിയോടുകൂടിയായിരിക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ എൻ്റെ നാവ് കൊണ്ട് ഞാൻ അരുതാത്ത വാക്കുകൾ സംസാരിച്ചിട്ടില്ല, അഥവാ സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാൻ നാം തയ്യാറാകണം. ദൈവത്തിൻ്റെ വചനം പറയുന്ന ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. ഒരു വിശുദ്ധനായി വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം നാം ദൈവമായുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് സാക്ഷ്യം കേൾപ്പിക്കും, നീതിമാൻ എന്നൊരു സാക്ഷ്യം ലഭിക്കാനിടയായിത്തീരും. നീതിമാൻ ആരുമില്ല, ഹല്ലേലൂയ, ഒരുത്തൻ പോലുമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കർത്താവിൻ്റെ മുന്നിൽ ഹല്ലേലൂയ ഞാൻ വിശുദ്ധനായി വിശുദ്ധിയിൽ പാപം ചെയ്യാതെ ദൈവത്തെ മാത്രം ധ്യാനിച്ച് എപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്ത് എന്ത് ചെയ്താലും ദൈവത്തോട് അനുവാദം മേടിച്ച് പോകുന്നൊരു ദൈവവേദലായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് സാക്ഷ്യം കൽപ്പിക്കും, നീതിമാൻ എന്നൊരു സാക്ഷ്യം. ഹാബേലിന് ലഭിച്ച അതേ അനുഭവത്തിൽ
പുതിയ നിയമവിശ്വാസിക്ക് ഈ 2026 ആമേൻ ഫെബ്രുവരി മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവമക്കൾക്കും ലഭിക്കും. ആമേൻ. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട്. പ്രതിയോഗിയായി പിശാചു ആരെ വിഴുങ്ങേണ്ടെന്ന് നോക്കി ചുറ്റി നടക്കുമ്പോൾ അവൻ്റെ കെണിയിൽപ്പെട്ട് വിശ്വാസ ജീവിതം തകർത്ത് കളയുവാൻ വേണ്ടിയിട്ടല്ല കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ യാഗമായത് നിത്യജീവൻ ലഭിക്കുവാനും വേണ്ടിയാണ്. പക്ഷേ അതിന് നാം ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയത് സ്വന്തം ജീവനെയാണ് നൽകിയത്. അത് മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. നിരന്തരം സകല സത്യത്തിലും വഴി നടത്തും. നാം എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി ഒരു അടിമയെപ്പോലെ ഞാനും നിങ്ങളും ജീവിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു സാക്ഷ്യം കൽപ്പിക്കും, നീ ഒരു നീതിമാനാണ്, നിങ്ങളൊരു നീതിമാനാണ്. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിശുദ്ധരായി നമുക്ക് ജീവിക്കാം. കർത്താവ് നമുക്ക് സാക്ഷ്യം കൽപ്പിക്കും, നിങ്ങളൊരു നീതിമാനാണ്. ആമേൻ. സ്തോത്രം.